വിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വെസ്റ്റേൺ കളക്ഷൻസും 2 പീസ് സെറ്റുകളും കോഡ് സെറ്റും 3 പീസ് സെറ്റും എല്ലാം കാണിക്കുന്നുണ്ട്. വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഗിവ് അവേ നമ്മൾ ഒരാഴ്ച ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അത് കാരണം ഈ അടുത്ത തിങ്കളാഴ്ചയോ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ നറുക്കെടുപ്പ് നടത്തട്ടെ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇപ്പോഴും അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗിവ് അവേയുടെ വിന്നറെ ഇന്ന് തിരഞ്ഞെടുക്കാത്ത കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കുക. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യുകയും ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരികയാണ് വേണ്ടത് കേട്ടോ. നിങ്ങളത് അയച്ചിട്ടുണ്ടെന്ന് താഴെ നമ്മൾ വീഡിയോൻ്റെ താഴെ ഒന്ന് മെൻഷൻ ചെയ്താലും മതി. നമ്മൾ ഈ ഓർഡറുകൾ എടുക്കുന്ന ഈ ഫോണിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത തിങ്കളാഴ്ച ഇതുവരെയുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കും. പിന്നെ നമ്മൾ പലപ്പോഴും ഗിവ് അവേസ് നമ്മൾ തുടങ്ങി വെച്ചിട്ട് നിർത്തി വയ്ക്കുന്നത് പലരുടെയും പരാതികൾ മൂലമാണ് നമ്മൾ നിർത്തി വയ്ക്കുന്നത്. മുമ്പ് ഞാനിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞാൻ ഇട്ടുണ്ട് പക്ഷെ നിങ്ങൾ എന്നെ നറുക്കെടുപ്പിൽ എടുക്കുന്നില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെ പേരും നമ്മൾ നറുക്കെടുപ്പിൽ ഇടും. എന്നിട്ട് ആർക്കാണോ കിട്ടുന്നത് അത് കൊടുക്കും. അതിപ്പോൾ ആർക്ക് കൊടുത്താലും നമ്മളൊരു കുർത്തി കൊടുക്കുന്നത് ഒരു കുർത്തിയുടെ വാല്യൂ തന്നെ ഉള്ളൂ. അതിപ്പോൾ ഇന്ന ആൾക്കൊന്നൊന്നുമില്ല. അതിപ്പോൾ കിട്ടാത്തതിൽ പരിഭവം വിചാരിക്കരുത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 100 വ്യൂസിന് മേലുള്ളവരെയാണ് നറുക്കെടുപ്പ് എടുക്കുന്നത്. പക്ഷെ ആർക്കോ കംപ്ലൈൻറ്റ് പറഞ്ഞു നമ്മൾ ഒരുപാട് 200, 250 വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എണ്ണം വെച്ചിട്ടല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് 100 വ്യൂസിന് മേലെ എന്നാണ്. അപ്പം അങ്ങനെ പല പരാതികളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഗിവ് അവേ നടത്താമെന്ന് പറയുന്നത് ഒരു തലവേദനയായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മൾ ഇനി ഇതൊന്നും വേണ്ട എന്ന് വെക്കുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഗിവ് അവേ നമ്മൾ തുടർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇനിയും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോസിലേക്ക് കിടക്കാണ്. ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. എങ്ങനെ വരും, നല്ലൊരു ബ്ലാക്ക് കളറിലുള്ളൊരു ഐറ്റമാണ് ഇത്. ഒരു SM. ഇപ്പം എനിക്ക് ഇച്ചിരി ലൂസാണ്. വേണമെങ്കിൽ L സൈസ് ആയിരിക്കും. കണ്ടോ ആംപിറ്റിൻ്റെ അവിടെ ഒരു ഇച്ചിരി ലൂസ് ഉണ്ട്. കറക്റ്റ് ഫിറ്റിൽ കിടക്കുന്ന ഒരു L സൈസാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു 39 വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. SAർക്കും ഇത്തിരി ലൂസ് പോലെ കിടക്കുന്നതിന് യൂസ് ചെയ്യാം. M-കാർക്ക് കറക്റ്റാണ്. എല്ലാവർക്കും വേണമെങ്കിൽ 39 വരെയുള്ളൂ. 40 ഞാൻ പറയുന്നില്ല. അപ്പോൾ ഭയങ്കര ഫിറ്റായിട്ട് പോലെ ഇരിക്കും. അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഇടാൻ പ്രശ്നമില്ല കേട്ടോ. ആ റേഞ്ചർ ആണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി XL-കാർക്കും XXL-കാർക്കും ഒക്കെ ഉള്ളത് വേറെ ടൈപ്പ് നമ്മൾ ഇതിൻ്റെ പുറകെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ബ്ലാക്ക് കളറിലാണ്. ഇവിടെ സ്മൈൽ എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതിയതല്ല, ഇത് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇത് ഫ്രീ സൈസ് പോലെ പ്രത്യേകിച്ച് സൈസ് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ അളന്നിട്ടാണ് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ടൈറ്റ് വരുന്നുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ് നോക്കി തന്നെ എടുക്കാം. നമുക്ക് സൈസിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിൻ്റർ ജാക്കറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് അളന്നിട്ടാണ് നിങ്ങൾക്ക് വിൻ്റർ ജാക്കറ്റുകളെല്ലാം തരുന്നത്. XXL എന്നുണ്ട്, XL എന്നുണ്ട്. ഇപ്പോൾ XXL-കാർക്ക് XXL എന്നുള്ള രീതിക്ക് തന്നെയാണ്. എന്നിട്ട് ഒരു ചേച്ചിക്ക് കിട്ടിയിട്ട് അത് XL ഇല്ല, എൻ്റെ 18 വയസ്സുള്ള മോന് പോലും പാകാവുന്നില്ല എന്നൊക്കെ ചില കംപ്ലൈൻറ്റ് പറഞ്ഞു. നമ്മളിവിടെ നിന്ന് എല്ലാ പ്രൊഡക്റ്റും അളക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണത്? എന്നിട്ട് ഇവിടെ ഉള്ള ഒരു പീസിൽ നമ്മൾ അളന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞു വന്നാൽ നിങ്ങളുടെ അവിടെ ഉള്ളതിനുണ്ടാവും, എൻ്റെ ഇതിനില്ല. അങ്ങനെ ചെറിയ അവർക്കത് കിട്ടുമ്പോൾ തൃപ്തി അല്ലെങ്കിൽ പിന്നെ അതൊരു മുഷിച്ചലിനൊരു ഇട വരുത്തും. നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മാനുഫാക്ചറിന് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് വേറെ ആൾക്കെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് അതുമ്പോൾ വീണ്ടും ഒരു ഷിപ്പിംഗ് ചാർജ് നഷ്ടമാണ്. നമ്മളിതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമേ റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുള്ളൂ. അതും ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുത്തു പോകാമെന്നൊന്നും പറയരുത്. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത തരത്തിലുള്ള ഡാമേജ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് റിട്ടേൺ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഇതാണ് ഈ സൈസാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് കുറച്ച് പീസസ് അവൈലബിൾ ആണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ, ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് കേട്ടോ. നമുക്ക് നല്ല രസം. ഏത് കളർ ജീൻസിൻ്റെ കൂടെ നമുക്ക് ക്രോപ്പ് ടോപ്പ് പോലെ വെയർ ചെയ്യാം. അത്യാവശ്യം ടീനേജേഴ്സുകാർക്കും അല്ലെ മോഡേൺ ആയിട്ടൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാം. കാരണം ഒരു ക്രോപ്പ് ടോപ്പ് ലെവലിലാണ്. അപ്പോൾ ഇത്രയും റേഞ്ചിലാണ് ലെങ്ത് വരുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത കളക്ഷൻ. ഇതിന് പ്രൈസ് പറഞ്ഞില്ല. 399 ആണ് പ്രൈസ് വരുന്നത്. എന്നൊക്കെ വെള്ളി വരുന്നുണ്ട്. സ്പീഡിൽ വീഡിയോ എടുക്കുന്നതാണ്. ഭയങ്കര ചൂട് എടുക്കുന്നു. ഓക്കെ, 399 കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം.
അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു പ്ലെയിനിൽ വരുന്ന ടീഷർട്ട് മോഡലാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കുമ്പോൾ മനസ്സിലാവും. നല്ല രസമാണ്, കളറാണ്. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു പീച്ച് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഓറഞ്ച് അല്ല, ഒരു ഓറഞ്ചിഷ് പീച്ച് എന്ന് പറയുന്ന പോലത്തെ ഒരു കളറാണ്. നല്ല കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 399 ആണ്. ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്മോൾ മീഡിയം സൈസുകാർക്കാണ്. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന തോന്നില്ല. കുറച്ചും കൂടി ഷേപ്പായിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ സ്മോള് മീഡിയം സൈസുകാർക്കാണ് ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇച്ചിരി കൂടി ഇപ്പോൾ ടീനേജേഴ്സിൽ വരുന്ന പിള്ളേർ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റമാണ്. നമ്മുടെ ഒരുപാട് ടീഷർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ മോഡലുള്ള ഐറ്റംസ് കിട്ടിയിട്ട് നല്ല റിവ്യൂ പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം ഇതൊക്കെ നമുക്കൊരു ബ്രാൻഡഡ് ലെവലിലേക്ക് വരുന്നത്. നമുക്ക് ഒരു ബ്രാൻഡിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നോക്കിയെടുക്കുന്ന കളക്ഷനാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്കിതെല്ലാം നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് തരുന്നത്. ഇതിൻ്റെയും പ്രൈസ് 399 ആണ്. ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം ഞാൻ. പിന്നെ വേറൊരു കളർ എടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ഒരിങ്ങനെ കുത്തുകുത്ത് പോലെ നല്ല മെറ്റീരിയലാണ്. ഇച്ചിരി കട്ടിയും ഹെവിയാണ് ഐറ്റം വരുന്നത്. മീഡിയം സ്മോൾ സൈസുകാർക്കുമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതൊരു ഒരു പ്രത്യേക തരം ഗ്രീനും അല്ല ബ്ലൂവും അല്ല, അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് അയച്ചു തരാം. ഇതാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇന്നല്ല ഇതാണ് വേണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. നല്ല കളേഴ്സാണ് എല്ലാം. പിന്നെ വരുന്നത് ഇതാ ബ്ലാക്ക്. ഇതിലും ബ്ലാക്ക് വരുന്നുണ്ട്. ആ ഒരു മെറ്റീരിയൽ നമുക്ക് കാണുമോ, നേരത്തെ മെറ്റീരിയൽ വേറൊരു ടൈപ്പാണ്. അവിടെ ഒരു സ്മൈൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില പരിപാടികൾക്ക് കോഡൊക്കെ പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന പ്ലെയിൻ കളേഴ്സിൽ വരുന്നതാണ് കേട്ടോ. ബ്ലാക്ക് കളറ് സ്മോളും മീഡിയംകാരും മാത്രം എടുത്താൽ മതിയാവും കേട്ടോ. ഇതൊരു ബീജ് കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളർ കേട്ടോ. 399 ആണ് പ്രൈസ് വരുന്നത്. ഇത് വരുന്നത് ഒരു ഒനിയൻ ഷെയ്ഡ് കേട്ടോ. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. നല്ല കട്ടിയൊക്കെ വരുന്ന അടിപൊളി മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വേണ്ടെങ്കിൽ ഇതെടുക്കുക. അങ്ങനെ 5 കളേഴ്സിലാണ് കേട്ടോ. ഓനിയൻ പിങ്ക്, ഒരു ബീജ്, ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ, പിന്നെ ഒരു ഓറഞ്ചിഷ് കളറിൽ വരുന്ന ഒരു പീച്ച് ഷെയ്ഡ്. അങ്ങനെ 5 കളറ് 399 ആണ് പ്രൈസ്. അടുത്തത് വരുന്നതും ടീഷർട്ടാണ്. നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ തള്ളി മറക്കുന്നതല്ല, നിങ്ങൾക്ക് ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും. സാധാരണ ഒരു ടീഷർട്ടിൻ്റെ ക്വാളിറ്റി അല്ല ഇതിന്. നല്ല കട്ടിയുള്ള ടീഷർട്ടാണ്. ഭയങ്കര സോഫ്റ്റുമാണ് താനും. ഭയങ്കര മിനുസമുള്ള ടൈപ്പ് നല്ല മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രാൻഡഡ് ആണ്. ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടോ, ബ്രാൻഡഡിൽ വരുന്ന സാധനമാണ്. 399 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഹലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ തല തിരിഞ്ഞാണ് കാണുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ. ബാക്കിൽ ഒരുപാട് കണ്ടോ ഡീറ്റെയിലിംഗ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനെ കാണിക്കാം. കണ്ടോ, ഫ്രണ്ട് ഹലോ എന്നാണ് എഴുതിയിരിക്കുന്നത്, ബാക്കിൽ ഇത്രയും. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എക്സലാണ് ഇതിൻ്റെ സൈസ്. പക്ഷേ ഇതിൻ്റെ ചിലതിൽ 40 റേഞ്ചാണ് വരുന്നത്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു 40 റേഞ്ചിൻ്റെയാണ് കേട്ടോ. ഇച്ചിരി ലൂസിലിടുന്ന ടൈപ്പാണിത്. അല്ല, അതിൻ്റെ സ്ലീവൊക്കെ ഇച്ചിരി താഴത്തേക്കാണ് നിൽക്കുന്നത്. 40 റേഞ്ചിൽ വരുന്നതാണ്. ഇതൊക്കെ 42 ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് എടുക്കുമ്പോൾ കറക്റ്റ് ഏതാ സൈസ് ഒന്ന് ചോദിച്ചിട്ട് എടുത്തോളൂ. ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ ഹലോ എന്നുള്ള രീതിയിൽ. പുറകിലേക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. നല്ല രസമുള്ളതാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. അത്ര നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. എല്ലാം ഭയങ്കര കംഫർട്ടാണ്. ഞാൻ പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം. 2 കളറായി. ഇപ്പം ഇതിട്ടത് ഒരു കോഫി ഷെയ്ഡ് പോലെ ഇരിക്കും കേട്ടോ. അത്രയും ഡാർക്ക് കളറാണ്. വൈൻ ടു കോഫി ആ റേഞ്ച് കളറാണ് കേട്ടോ. അത് എക്സാക്റ്റ് വൈനാണോ കോഫിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനത്തെ ഒരു കളറാണ്. ഇത് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇത് കറക്റ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ബ്ലാക്കിൻ്റെ ഇപ്പോൾ 3ാമത്തെ പാറ്റേൺ ആയിട്ടുണ്ട്. ഇല്ല, ഇതിനകത്തേക്ക് ഇങ്ങനെ പ്രിന്റ് വരുന്നത് നല്ല ബ്ലാക്ക് കളറാണ്. ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിൽ വരുന്ന ബ്ലാക്ക് ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് ഇതാ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഇതുപോലത്തെ ഒരു കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. 399 ആണ് പ്രൈസ് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ XXL സൈസസിൽ വരുന്നത്. അത് എക്സാക്റ്റ് XXL സൈസ് തന്നെയാണ്. 44 റേഞ്ചിൽ വരുന്നതാണ്.
ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവർക്ക്, ഇപ്പം ടീനേജേഴ്സിലുള്ളവർക്കാണെങ്കിൽ പോലും ഇച്ചിരി വണ്ണമാണ്, ഇച്ചിരിയൊക്കെ ലൂസിലിടുന്നതാണ് ഇഷ്ടം, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കറക്റ്റ് 44 സൈസ് വരുന്നതാണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് 449 ആണ്. ഇച്ചിരി റേറ്റ് കൂടുതലാണ്. മെറ്റീരിയൽ വൈസും അടിപൊളിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് 399. അടുത്ത് 449 ആണ്. അതിൻ്റെ കളേഴ്സ് ഇതുപോലൊക്കെ തന്നെയാണ്, ചെറിയ ചെറിയ വേറെ പാറ്റേൺ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇത് 2XL സൈസാണ് കേട്ടോ. നല്ല സൈസ് കിട്ടുന്നുണ്ട്. ഇതിന് കുറച്ചും കൂടി നല്ല രീതിക്ക് തന്നെ ലെങ്ത്തും വരുന്നുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ആ ക്രോപ്പ് ടോപ്പ് അതിനെ അപേക്ഷിച്ച് നല്ല ലെങ്ത്തും കിട്ടുന്നുണ്ട്. നല്ല രസമാണ്. ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഇതിൻ്റെ ബാക്കിൽ ദ റിയൽ എന്ന് എഴുതിയിട്ട് പിന്നെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, സ്റ്റാർന്നോ അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അടിപൊളി മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്. 449 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ മെസ്സിയാണ് പർച്ചേസ് ചെയ്യുക. ഇത് കളറ് ബ്ലാക്ക് ആണ്. പിന്നെ വരുന്നത് ഇതാ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. എല്ലാതും ഇങ്ങനെയാണ്. XXL എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്. ദ റിയൽ എന്നാണ് ഫ്രണ്ടിൽ എഴുതിയേക്കുന്നത്. പുറകെ ഇതാ ഇങ്ങനെ വരും. ഇത് വരുന്നത് ഒരു പിസ്ത ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ ഇതിന് ദ റിയൽ എന്നല്ല എഴുതിയിട്ടുള്ളത്. ഇതിന് ഒരു ടെഡി ബിയറിൻ്റെ ഒക്കെ പോലത്തെ ഒരു പടം, പുറകിൽ ആ പടത്തിൻ്റെ തന്നെ ഇച്ചിരി വലിയ പോർഷൻ, 3 ടെഡി ബിയർ. അടുത്തത് വരുന്നത് അത് ദ റിയൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ്. ഇത് കാണിക്കുന്നതും ബേബി പിങ്ക് ഷെയ്ഡാണ്. ഓക്കെ, XXL സൈസസിൻ്റെ പ്രൈസ് 449 ആണ് കേട്ടോ. മെസ്സിയാണ് പർച്ചേസ് ചെയ്യുക. കിടിലൻ പ്രൈസ് എന്നല്ല, നിങ്ങൾക്ക് ആ മെറ്റീരിയൽ വൈസ് വെച്ച് നോക്കുമ്പോൾ കിടിലൻ തന്നെയാണ് കേട്ടോ. നോർമൽ ഒരു ടീഷർട്ടിൻ്റെ ഒരു കട്ടിയല്ല, നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ക്രോപ്പ് ടോപ്പിൽ തന്നെ വരുന്ന ഷർട്ട് പോലത്തെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഇത് സെറയുടെ ബ്രാൻഡഡിൽ വരുന്ന സാധനമാണ്. ചിക്കൻ കാരിയൊക്കെ പോലത്തെ, അല്ലെങ്കിൽ ഒരു ഹക്കോബ സ്റ്റൈൽ എന്നൊക്കെ പറയില്ല, ആ ഒരു പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 399 ആണ്. ഇത് നമുക്കൊരു 39 റേഞ്ച് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതും അങ്ങനെ തന്നെയാണ്. ML ആ റേഞ്ചുകാർ ഉദ്ദേശിച്ചിട്ടാണ്. SRക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോട്ടൺ ആണ് വരുന്നത്. ഇനി എല്ലാവർക്കും ഇച്ചിരി ലൂസ് പോലെ തോന്നുകയാണെങ്കിൽ ഒന്ന് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതിയാവും. അങ്ങനെയാണ് വരുന്നത്. 399 ആണ് പ്രൈസ് വരുന്നത്. ഇത് സ്കേർട്ടിനൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇപ്പം ഞാൻ ജീൻസ് ഇട്ടത് കൊണ്ട് അങ്ങനെ ഇട്ട് കാണിക്കണേന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല സ്കേർട്ട് ഉണ്ട്, ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ പാൻറ്റിൻ്റെ കൂടെയോ ജീൻസിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ വെയർ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് 399 വരുന്നത്. അടുത്തത് കാണിക്കുന്നത് ഒരു ലൈറ്റ്, ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സെറയുടെ ബ്രാൻഡഡിൽ വരുന്ന സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വേറൊരു സെപ്പറേറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇത് കണ്ടോ, താഴത്തേക്ക് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടോ, ഇത് ഫുള്ള് ഇങ്ങനെ ഒരു വർക്ക്. ഇത് ഇച്ചിരി കൂടി ഡാർക്ക് ബ്ലൂ ആണ്, ഇത് ഇച്ചിരി കൂടി ലൈറ്റ് ബ്ലൂ ആണ്. ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇത് സ്ലീവ് പ്ലെയിൻ ആണ്, ഇതിനകത്ത് സ്ലീവ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്താണ് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. മീഡിയംകാർക്ക് പക്കാണ്. 39 റേഞ്ച് വരെ കിട്ടും. ഇച്ചിരി ലൂസ് പോലെ ഇരിക്കും. എല്ലാവർക്കും ഞാൻ പറയില്ല 40 റേഞ്ച് ചിലപ്പോൾ കിട്ടില്ല. അത് കോട്ടൺ ആയതുകൊണ്ട് നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല. സ്മോൾ മീഡിയംകാർക്ക് എടുക്കാം. സ്മോളുകാർക്ക് എടുത്താൽ ചിലപ്പോൾ ഇച്ചിരി ഷേപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. പുറകുവശം എന്താ നല്ല ഭംഗിയാണ് എൻ്റെ പ്രിന്റ് കാണാനായിട്ട്. ഇത് ലൈറ്റ് ബ്ലൂ ആണ്. അടുത്തത് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ വർക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ പോയിട്ടുള്ള. ഫുൾ ചിക്കൻ കാരി പോലെ ഒരു ഷേപ്പ് വേണ്ട, നല്ല രസമുള്ള പാറ്റേൺസ് ആണ്. എല്ലാത്തിനും ഉള്ളിൽ ലൈനിങ് വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പുറകുവശം വേണ്ട, അങ്ങനെ തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. മെസ്സി കണ്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇപ്പം ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കേർട്ടൊക്കെ ഇടാൻ താല്പര്യമുണ്ട്, ഇനി എല്ലാം ഇടുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് വയ്ക്കാം. ഇതൊന്നും നമുക്ക് എപ്പോഴും അങ്ങനെ ഈ റേഞ്ചിൽ കിട്ടുന്നതല്ല. 399 മാത്രമേ വരുന്നുള്ളൂ. നല്ല പെർഫെക്റ്റ് മെറ്റീരിയലാണ്, അടിപൊളി സാധനമാണ്. മെസ്സി കണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അടുത്ത കളറായി, ഇപ്പം 3 കളറായി, ഞാൻ ഇട്ടതടക്കം 3 കളറായി. ഇനി കാണിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിൽ ഒരെണ്ണം ഇങ്ങനെയാണ്. ഇതിനകത്ത് ഉണ്ടോ നമ്മുടെ ഹക്കോബ സ്റ്റൈലിൻ്റെ ഇടയ്ക്ക് ഒരു ത്രെഡ് പോയിട്ടുണ്ട് കേട്ടോ, യെല്ലോ പൂവിൻ്റെ ഒരു ത്രെഡ്. ഇത് പക്ഷെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഒരു ത്രെഡ്, യെല്ലോ പൂവിൻ്റെ ത്രെഡ് പോയിക്കണം. ഫുൾ ഹക്കോബ പാറ്റേൺ, ഉള്ളിൽ ലൈനിങ് ഉണ്ട്, പുറകുവശവും അങ്ങനെ തന്നെ കേട്ടോ. എല്ലാം ഷർട്ട് കോളറിൽ വരുന്ന സ്ട്രക്ചറാണ്. പ്രൈസ് 399 ആണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ, ഇന്നർ ഉണ്ട്. ഇത് നേരത്തെ കാണിച്ച ലൈറ്റ് ബ്ലൂ ഇല്ലേ, അതിൻ്റെ ഒരു പാറ്റേണിൽ വരും ഉണ്ടോ. പക്ഷെ അതിൻ്റെ താഴത്തെ വർക്ക് പോലെയല്ല, ഇച്ചിരി ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഇച്ചിരി നോർമൽ പ്ലെയിൻ പോലെ വന്നിട്ട് താഴെ മാത്രം ദേ ഇങ്ങനെ വർക്ക്. ഈ ബ്ലാക്കിൻ്റെ അത്ര ഡാർക്ക് അല്ല ഈ ബ്ലാക്ക്, പക്ഷെ മെറ്റീരിയൽ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ലിനൻ ടച്ചിലേക്ക് വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വരുന്നത്. എല്ലാതും കിഡിലനാണ്, മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. 399 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. സൈസ് ഒന്ന് ശ്രദ്ധിക്കുക. മെഷർമെൻറ്റ് എടുക്കുമ്പോൾ 39 റേഞ്ച് വരെയാണ് വരുന്നത്. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ എടുക്കാം. മീഡിയംകാർക്കും ഒരു പ്രശ്നവുമില്ല. ലാർജ് 40 വേണ്ട, 39 ഒക്കെ മതി എന്നുള്ളവർക്കാണെങ്കിൽ ഇത് എടുക്കാം. ഇനിയിപ്പോൾ സ്മോളുകാർ എടുത്താലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അടിപൊളി മെറ്റീരിയൽ. അടുത്ത കളക്ഷൻ കാണാം. അടുത്തത് കാണിക്കുന്ന വിൻ്റർ ജാക്കറ്റാണ്. നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് പക്ഷേ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി, അവിടെ കണ്ടപ്പോൾ കുറച്ച് പീസ് എടുത്തിട്ട് വന്നതാണ്. ഇതുണ്ട്, ഇതിനകത്ത് XXL എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആംപിറ്റ് നമ്മൾ അളന്നിട്ടാണ് പറയുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ആംപിറ്റ് 22 കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കമ്പിളി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ചിലപ്പോൾ ആ എക്സാക്റ്റ് കുർത്തിയൊക്കെ എടുക്കുന്ന പോലെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഇച്ചിരി കൂടി ടൈറ്റ് വരും. മറുപടി ചേച്ചിക്ക് അങ്ങനെ ഒരു സൈസ് കറക്റ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് അളക്കുമ്പോൾ 44 കിട്ടും. ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു സൈസ് മുന്നോട്ട് പ്രതീക്ഷിച്ച് വേണം എല്ലാ പ്രൊഡക്റ്റും എടുക്കാൻ. കറക്റ്റ് 44 കിട്ടുന്ന ആൾക്കാർക്ക് ആ 44 തന്നെ പിടിച്ചാൽ ചിലപ്പോൾ ഒരു ടൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സൈസിൻ്റെ കേസിൽ റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ ഒരുപാട് തവണയായി പറയുന്നത്. നമുക്ക് അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് GST ബില്ലാണ് നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും തരുന്നത്. ഇപ്പം എന്ത് കേസിലാണ് അത് റിട്ടേൺ, എന്തുകൊണ്ടാണ് റിട്ടേൺ, അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. ഡാമേജ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പ്രോപ്പറായിട്ടൊരു ആൻസർ ഉണ്ട്. അപ്പം അത് അല്ലാത്തതുകൊണ്ടും നമുക്ക് വേറെ ചില പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, നമുക്ക് റിട്ടേൺ ഡാമേജ് ആയ പ്രോഡക്റ്റിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മുടെ ഡെയിലി കസ്റ്റമേഴ്സാണ്, അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും പ്രൊഡക്റ്റ് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ ഈ അടുത്ത് കണക്കൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയ കസ്റ്റമേഴ്സിൻ്റെ ദൈവം അവരെൻ്റെ അടുത്ത് നിന്ന് ഇത്ര രൂപയ്ക്ക് പ്രൊഡക്റ്റ് മേടിച്ചെന്ന്, 1.5 ലക്ഷം രൂപയ്ക്ക് മേലെ പ്രൊഡക്റ്റ് മേടിച്ച കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. തള്ളി മറക്കുന്നതല്ല, വേണമെങ്കിൽ എനിക്ക് പ്രൂഫ് അടക്കം തരാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട്. കാരണം നമ്മളെല്ലാം സിസ്റ്റം വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സെയിലിൻ്റെ കണക്കെടുത്താൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം. അപ്പം എനിക്ക് അവരോട് എത്ര നന്ദി പറഞ്ഞാൽ പോലും തീരാത്ത അത്ര കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് നമുക്ക് ഒന്നും നോക്കാമല്ല. ചിലപ്പോൾ വന്നു കഴിയുമ്പോൾ 2, 3, 4 പ്രൊഡക്റ്റൊക്കെ ഒരൊറ്റ ട്രിപ്പിൽ അങ്ങനെ എടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ അത്ര എമൗണ്ടിലേക്ക് കയറി പോകുന്നത്. നമ്മളോടുള്ള വിശ്വാസം, അതുകൊണ്ട് തന്നെയാണ് അവർ റിപ്പീറ്റായിട്ട് ഇതുപോലെ പ്രൊഡക്റ്റുകൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പോളിസി, നമ്മുടെ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. പുതിയ ആൾക്കാർക്കാണ് പ്രശ്നം. നിങ്ങളതൊന്നും മനസ്സിൽ വെക്കുക. എൻ്റെ റിട്ടേൺ പോളിസി എന്ന് പറയുന്നത് ചിലപ്പോൾ വേറെ ആ ചാനലിലോ അല്ലെങ്കിൽ വേറെ ഓൺലൈനിലൊക്കെ ചിലപ്പോൾ വേറെ രീതിയിലുണ്ടാവും. പക്ഷെ എൻ്റെ ഒരു കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് 599 ആണ്. പ്യുവർ ബ്ലാക്ക് ആണ്. ഇതിൻ്റെ ഉള്ളിൽ, സ്ലീവിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ തന്നെയാണ് ആ ഒരു കംപ്ലീറ്റ് പോലത്തെ ഒരു സ്ട്രക്ചർ പോകുന്നുണ്ട്. എന്നിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു ബാൻഡ് പോലെയാണ്. താഴെ ഇതിൻ്റെ ഇവിടെയും ബാൻഡ് പോലെയാണ്. ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വരുന്നത് കേട്ടോ. XXL സൈസസിലേക്കാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 599 ആണ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇടണ്ടേ, സിബ് ഇടണ്ട, അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഓക്കെ, അടുത്തത് വരുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഇത് വേറൊരു പാറ്റേൺ. ഇത് അതിൻ്റെ അത്ര കട്ടിയില്ല. പുറമേക്ക് ഇതാ ഇങ്ങനെ കമ്പിളി പോലെ ഇരിക്കും. ഉള്ളിൽ ഇതെങ്ങനെ ഒരു മെറ്റീരിയൽ, കമ്പിളിയുടെ കുത്തിക്കൊള്ളലല്ല, വേറൊരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ അത്ര ഇല്ല. ഇതിൻ്റെ കഴുത്ത് വന്നിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇവിടെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. ഈ സിബ് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഉള്ളിൽ ഇതാ ഇങ്ങനെ വരും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 ആണ് കേട്ടോ. ഇത് നമുക്കൊരു XXL സൈസിലേക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു മീഡിയം ലാർജ് ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് 399 ആണ്. അടുത്ത കളക്ഷൻ കാണാം. അടുത്തത് കാണിക്കുന്നത് ഒരു പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ.
ഒരു എന്താ പറയുക, ഒരു സിൽക്കി പോലത്തെ മെറ്റീരിയലാണ്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. ഇവിടെ ഒരു നല്ല എംബ്രോയ്ഡറി, മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ്, ഒരു കോപ്പറിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ സീക്വൻസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. 4 കളർ ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 4ഉം XXL സൈസാണ് വരുന്നത്. ഫ്രീ സൈസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് ഉണ്ടോ, XXL 44 എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ സൈസ് ചാട്ടാണ് വരുന്നത്. ഇത് നല്ല രസമാണ്. ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ അല്ല, ഇത് പുറമേ നിന്നുള്ള വരവ് ഐറ്റം പോലത്തെ ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പാറ്റേണും വ്യത്യാസമുണ്ട്. സാധാരണ പുറമേ നിന്ന് വരുന്ന കുർത്തികൾക്ക് ലെങ്ത്ത് കിട്ടാറില്ല. ഇതിനൊരു 46 റേഞ്ചിലേക്ക് നമുക്ക് ലെങ്ത്ത് കിട്ടും കേട്ടോ. നല്ലൊരു വർക്കാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ്. ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ഇത്രയും ഹെവി ആയിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ആ വർക്ക് എന്ന് പറഞ്ഞാൽ മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത വർക്കാണ് കേട്ടോ. സീക്വൻസ് ഒക്കെ വെച്ച് നല്ല കിഡിലനായിട്ട് തന്നെ ഇതിൻ്റെ വർക്ക് എത്രത്തോളം കാണിക്കാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വരും കേട്ടോ. ഫുൾ ആ ഒരു ഇത് കണ്ട, ഇങ്ങനത്തെ വർക്കുകൾ ഓവറോൾ പോയിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്. നമുക്ക് പറഞ്ഞാൽ പാർട്ടി വെയർ ആയിട്ട് ഫങ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു കളറാണ് കേട്ടോ. ഇത് എക്സാക്റ്റ് എന്താ കളറെന്ന് ചോദിച്ചാൽ ഒരു ഗ്രീൻ ഷെയ്ഡും ഒരു ക്രീമും കൂടി ഒക്കെ ബ്ലെൻഡായിട്ട് വരുന്ന പോലത്തെ. ഇതിന് എക്സാക്റ്റ് വേറൊരു കളർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒരു മെറ്റാലിക് എന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കളർ ഇത് കാണുന്നതാണ് കളർ. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ കളർ എങ്ങനെ പറയണ്ടേന്ന് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ കുർത്തി വരുന്നത്. നമുക്ക് ശരിക്കും ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇതിൻ്റെ പുറകുവശം എന്താ ഇങ്ങനെ പ്ലെയിൻ ആണ്. സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ. XXL സൈസ് ചാട്ടിലാണ് വരുന്നത്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ആണ്. ഫുൾ ഇലാസ്റ്റിക്കിലാണ് വരുന്നത്. ഓക്കെ, ഇതിനും ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ബോട്ടത്തിനും ഉണ്ട് സ്ലീവിനും ഉണ്ട് ലൈനിങ്. ഫുൾ ലൈനിങ് ആണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ ഇതാ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നത് 40-40.5 റേഞ്ചിലേക്ക് ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. 40.5 റേഞ്ചിലേക്ക് ബോട്ടത്തിന് ലെങ്ത്ത് ഉണ്ട്. നല്ല ലെങ്ത്ത് ഉണ്ട്. ഇനി ലെങ്ത്ത് ഇല്ല എന്ന വിഷമമുള്ളവർ ഇത് മേടിക്കാതിരിക്കേണ്ട. ചിലർക്ക് ഒരു 39-40 വേണമെന്നൊക്കെ എപ്പോഴും പറയും, നല്ല ഹൈറ്റ് ഉള്ളതാണ് എന്നൊക്കെ. പക്ഷേ അങ്ങനെയുള്ളവർക്ക് XXL ആണോ വേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എല്ലാം കൊണ്ട് അങ്ങനെ ഒത്തു വന്നേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതല്ല, ഇതെല്ലാം നമ്മൾ മേടിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, പുതിയ ആൾക്കാർ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആണ്. നമ്മൾക്ക് സ്റ്റിച്ചിങ് ആയിട്ടോ ഒരു യൂണിറ്റോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വരണേ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. താഴെയും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷാള് വരുന്നത് ഇതാ ഇങ്ങനെ ഇച്ചിരി ഹെവി ആയിട്ട് തന്നെയാണ് ഷാള് വരുന്നത്. ഇതുണ്ടോ, ഇതാണ് നല്ല വശം, ഇതാണ് നല്ല വശം, ഇതാണ് നല്ല വശം. ഷാള് 2 സൈഡിലേക്കും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കുർത്തിയിൽ കൊടുത്ത മാതിരി ഓവറോൾ ഇങ്ങനെ ആ ഒരു വർക്കും ചെറിയ ഒരു വർക്ക് ഓവറോളായി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരും മൊത്തത്തിൽ. എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പക്ക ഫങ്ഷൻ വെയർ ആണ്. XXL ആണ് സൈസ് വരുന്നത്. പ്രൈസ് വരുന്നത് 1099 കേട്ടോ. 1099 പ്രൈസ് വരുന്നത്. ആരോ നാളെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രൈസ് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയണമെന്ന്. ഞാൻ ഓൾമോസ്റ്റ് പറയാറുണ്ട് എന്നാണ് എനിക്ക്. 1099 കേട്ടോ. അങ്ങനെയാണ് പ്രൈസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് സൈസോ അല്ലെങ്കിൽ പ്രൈസിനോ ചോദിച്ച് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. നമ്മളിങ്ങനെ നമ്മുടെ ലാംഗ്വേജിലാണല്ലോ കൂടുതലും സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചിലത് വീഡിയോകളിൽ പ്രൈസ് ഇംഗ്ലീഷിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ പുറമെയുള്ളവർക്ക് ചിലപ്പോൾ പറഞ്ഞ മാതിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്കും ചിലപ്പോൾ ഹിന്ദി കേട്ടാലൊന്നും ശൂന്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് പൂജയാണെന്ന് മനസ്സിലാവും. പക്ഷെ എല്ലാ 50-25 അങ്ങനെ വലിയ അമൗണ്ടുകളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കും കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പറഞ്ഞപ്പോൾ അവരുടെ സജഷൻ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1099 കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളറ്. ഇതിൻ്റെ തന്നെ സെക്കൻഡ് കളർ കേട്ടോ. നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കണ്ടോ. ഇതാണ് അതിൻ്റെ ഷാള്. ബോട്ടം വർക്ക് ഇതാ ഇങ്ങനെ വരും.
എല്ലാത്തിൻ്റെയും വർക്ക് സെയിം ആണ്, കളർ മാത്രമാണ് വ്യത്യാസം. ഇതൊരു ലൈറ്റ് ലാവൻഡർ കളറാണ് വരുന്നത്. എല്ലാം സ്ലീവ് ഉൾപ്പെടെ പാൻറ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡ്. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡ് അല്ല ഈ ബ്ലൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ്, ഒരു ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡിലേക്ക്. ഒനിയൻ പിങ്കിൻ്റെ അത്ര ഡാർക്ക് അല്ല, ഇച്ചിരി ലൈറ്റ് വേർഷനിലേക്ക് വരുന്ന ഒരു പിങ്ക് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ മിസ് ചെയ്യാണ്ട് XXL മേടിക്കുക. ഇനി ഇവിടെ നിങ്ങളുടെ കല്യാണങ്ങളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു ഷാളൊക്കെ ഉള്ള ഐറ്റംസ് നല്ലതാണ്. എനിക്ക് 1-2 കല്യാണമൊക്കെ വരുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെ ഫങ്ഷൻ വെയറൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറ്റിയത് പ്രീമിയം കളക്ഷൻസ് ഞാൻ പറഞ്ഞു വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളങ്ങനെ ഇപ്പം നോർമൽ നമ്മൾ എടുക്കുന്ന പാറ്റേൺ വിട്ട് ഒരു ബുട്ടീക്കുമായിട്ടോ അല്ലെങ്കിൽ ഒരു ടൈപ്പിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നല്ല കളക്ഷൻസ് എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഒരു പ്രീമിയം കളക്ഷൻസ് ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് അങ്ങനെ പോകുന്നത് എന്ന് തോന്നും. പക്ഷെ അതിൻ്റെ മെറ്റീരിയൽ വൈസും അതിൻ്റെ ആ ഒരു ബുട്ടീക്കിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൻ്റെ റേറ്റ് അങ്ങനെ വരുന്നത്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പ്രീമിയം കളക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ ഉണ്ട്. നിങ്ങൾ ഒരു തവണ മേടിച്ച് നോക്കുക. അതിൻ്റെ മെറ്റീരിയലിനൊക്കെ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ 4 കളേഴ്സ് കാണിച്ചു. 1099 ആണ് പ്രൈസ് തന്നെ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും ഒരു 3 പീസ് സെറ്റാണ്. 3 പീസ് സെറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ കൊണ്ടുവരാറുള്ള പോലെ M2 XXL സൈസസിൽ വരുന്ന കളക്ഷനാണ്. നല്ല രസമുള്ളൊരു എന്ന് പറയുന്നത് ഒരു ക്രീം ബേസിൽ വയലറ്റ് പൂക്കൾ പോലെയുള്ള എപ്പോഴും കൊണ്ടുവരുന്ന ഒരു കളറല്ല, നല്ല കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്ക് വയലറ്റ് കളറും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതങ്ങനെ വരും. ഇതാണ് അതിൻ്റെ ഷാളിൻ്റെ പാറ്റേൺ വരുന്നത്. 2.5 മീറ്ററിൻ്റെ അടുത്തേക്ക് ഷാളിന് നീളം കിട്ടും കേട്ടോ. താഴെ എനിക്ക് മുട്ടുണ്ട്, അതിന് മാത്രമുള്ള ഷാളിന് ലെങ്ത്തും ഉണ്ട്, വീതിയും ഉണ്ട്. നല്ല വീതിയൊക്കെ ഉള്ള ഭയങ്കര മൽമല്ല് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷാളാണ് വരുന്നത്. ഇവിടെ ഒരു വീനെക്ക് പാറ്റേൺ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻ്റാണ് നമുക്കിവിടെ ബോട്ടത്തിന് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വരും. ബോട്ടം വന്നിട്ട് ബോട്ടം 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു വീനെക്ക് പോലെ. എന്നിട്ട് ഇവിടെ ഒരു അങ്ങനെ നമുക്ക് കഴുത്ത് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളതൊന്നുമല്ല, നല്ല രസമുള്ള ഒരു കഴുത്ത് തന്നെയാണ് വരുന്നത്. ഹൈനെക്ക് പോലത്തെ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഫുൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് ഉണ്ട്, സോറി 2 സൈഡിലേക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലല്ലോ. 2 സൈഡിലേക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഡെപ്തിലേക്ക് തന്നെ 2 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം ഇങ്ങനെ വരും. താഴെ ഇവിടെ ഒരു ചെറിയ കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു കുറച്ച് പടി പോലെ ഇത്തിരി വീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വരുന്നത്. ബോട്ടത്തിന് 38-39 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. ഷാള് പിന്നെ ഇത് തന്നെയാണ്. ഇനി ഇതിൻ്റെ ബോട്ടം ഞാൻ നിവർത്തി കാണിക്കണമെങ്കിൽ കാണിക്കാം. ഇതാ കോട്ടൺ ആണ്. നല്ല രസമുള്ള ഒരു പ്രിന്റുമാണ് പോയിട്ടുള്ളത്. സ്ലിറ്റഡ് ആണ്. കോട്ടൻ്റെ ലൈനിങ് ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകുവശം അതേ പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കളർ ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. M മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 999 ആണ് കേട്ടോ. 999 രൂപ മാത്രമേ വരുന്നുള്ളൂ. 999 ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി പുതിയ ആൾക്കാർ ഇവിടെ കണ്ടോ, നമുക്കിവിടെ ഷോൾഡറിൻ്റെ അവിടെ ഇച്ചിരി എന്താ പറയുക, നമ്മൾ ഇന്ന് ഇടുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇച്ചിരി കട്ടിക്ക് തന്നെ ഒരു ഇച്ചിരി ഇത് പീസ് എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് കേട്ടോ. അതായത് അതിൻ്റെ പ്രൈസ് 999 മാത്രമേ വരുന്നുള്ളൂ. 3 പീസ് സെറ്റാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ. നല്ല ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ്. 3 പീസ് സെറ്റാണ് കേട്ടോ. M2 XXL 999. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു കോഡ് സെറ്റാണ് കേട്ടോ. നല്ല രസത്തിലുള്ള ഒരു വീനെക്കിൽ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുണ്ടോ, ഇങ്ങനെ കട്ട് ബീഡ്സ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത്രയും ഭാഗത്ത് ചെറിയ ഫ്ലീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈൻ സ്ട്രക്ചറിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ താഴെ സെയിം ബോട്ടം തന്നെയാണ്. കോഡ് സെറ്റിൽ വരുന്നതാണ്. ലൈൻ സ്ട്രക്ചറാണ്. ടോപ്പിന് 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡെപ്തിലേക്ക് പോക്കറ്റ് വരുന്നുണ്ട്. നല്ല ഒരു ഐറ്റമാണ് ഇത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്.
ലൈൻ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ ഒരു സൈസ് കൂടുതൽ എടുക്കുന്നവർ അത്രയും സൈസ് എടുക്കണ്ട, കാരണം ഓൾറെഡി ഓരോ സൈസ് തന്നെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഇച്ചിരി ലൂസാണ് എനിക്ക്. ഇത് എം ആണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് സൈസ് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തിട്ട് എടുത്താൽ മതി, കാരണം ഇച്ചിരി ലൂസ് പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല വെർട്ടിക്കൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിലാണ് വരുന്നത്. ബോട്ടത്തിന് നമുക്ക് 38 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. ടോപ്പിന് ആണ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വരും. ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡാണ്. പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. 799 രൂപയാണ് വരുന്നത്. നല്ല ചെറിയ ഗ്ലേസിങ് ഒക്കെ ഉള്ള ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ തന്നെ വേറെ കളർ ഉണ്ട്. ഇതിൻ്റെ ടോപ്പിന് ലെങ്ത്ത് ഒരു 46 to 47 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഫസ്റ്റ് കളറ്. സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഇതെങ്ങനെ ഒരു ബ്രിക്ക് റെഡ് പോലത്തെ കളറാണ്. ഇതുണ്ടോ, ബ്രിക്ക് റെഡ് പോലത്തെ കളറാണ്. രണ്ടും M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതെ, ഇതാണ് ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ളത്. 2 കട്ട് ബീഡ്സ് അതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു സീക്വൻസ് പോലെ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ഇതാണ് സെക്കൻഡ് കളർ കേട്ടോ. നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്രിക്ക് റെഡ് ആണ് കേട്ടോ. മെറ്റീരിയൽ സെയിം ആണ്. ബോട്ടം വന്നിട്ടുള്ളത് ഇതേ ഇങ്ങനെയാണ്. ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത്. സെയിം മെറ്റീരിയൽ തന്നെയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു വള്ളി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് വേണമെങ്കിൽ അങ്ങനെ. രണ്ടും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോക്കറ്റ് നമുക്ക് അത്യാവശ്യം നല്ല ഡെപ്ത് കിട്ടുന്നുണ്ട് കേട്ടോ പോക്കറ്റ്. അപ്പോൾ 799 ആണ് പ്രൈസ് വരുന്നത്. രണ്ടും നല്ല കളറാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ഷാർട്ടിലേക്ക് വരും, ഇതൊരു ഡാർക്ക് ഷാർട്ടിലേക്ക് വരും. അപ്പോൾ ഏതാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് 799 ആണ്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വരുന്നതും ഒരു കോഡ് സെറ്റാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് സെറ്റാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു പുതിയ തരം മെറ്റീരിയലാണ്. ഒരു ക്രഷ്ഡ് എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് വരും. സ്ലീവ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പടി പോലെ കൊടുത്തേക്കാണ്. കോളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഓപ്പണിങ്. ഓവറോൾ നമുക്ക് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഒരു ഓപ്പണിങ്. ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത്. പാൻറ് വരുന്നത് ഒരു പലാസോ പോലത്തെ ഒരു സ്ട്രക്ചറിലേക്കാണ് കേട്ടോ. ഇച്ചിരി ലൂസ് ടൈപ്പിലാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷെ എനിക്ക് പാൻറ്റിന് ഭയങ്കര ലെങ്ത് ഉണ്ട്. ഇത് 40 റേഞ്ചിലേക്ക് പാൻറ്റിന് ലെങ്ത് വരുന്നുണ്ട്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാൻറ്റിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതൊരു ടീൽ ബ്ലൂ കളറാണ് കേട്ടോ. ഇടാൻ ഭയങ്കര കംഫർട്ടാണ് മെറ്റീരിയൽ വൈസ്. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 749 ആണ് കേട്ടോ. 749 കേട്ടോ. പാൻറ്റിൻ്റെ ഭാഗം നല്ല രസമുണ്ട് കേട്ടോ. ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്ന ഒരു പലാസോ സ്ട്രക്ചറിൽ വരുന്നത് കൊണ്ട്. ഇതിൻ്റെയും വേറെ കളറ് അവൈലബിൾ ആണ്, അതുകൂടി കാണിക്കാം. എന്താ ഇത് വരുന്നത് ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ മെറ്റീരിയൽ കണ്ടോ, ഇതെങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ക്രഷ്ഡ് മെറ്റീരിയലാണ്. ഭയങ്കര സുഖമാണ് കേട്ടോ. ഇങ്ങനെ വരും. ഫുൾ ബട്ടണാണ് കൊടുത്തേക്കണം, വുഡൻ ബട്ടണാണ് കൊടുത്തേക്കണം. എന്നിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ് ഐറ്റം വരുന്നത്. പാൻറ് വന്നിട്ട് ഇതാ ഇങ്ങനെ ഫുൾ ഇലാസ്റ്റിക് ആണ്. വൺ സൈഡ് നല്ല ഡെപ്തിലേക്ക് തന്നെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാൻറ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഒരു പലാസോ സ്ട്രക്ചർ പോലത്തെ പാൻറ്റാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ 40ൻ്റെ അടുത്തേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. എനിക്ക് നല്ല ലെങ്ത്ത് ഉണ്ട്. എനിക്ക് സാധാരണ 36, 37 ഒക്കെ ധാരാളമാണ് ഒരു ലെവലിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 2 കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. M2 XXL സൈസസിൽ 749 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കോഡ് സെറ്റ് കൊണ്ടുവരുമെന്ന് കുറേ പേര് യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എ ലൈനിൽ വരുന്ന ഒരു കോഡ് സെറ്റും സ്ലിറ്റിൽ വരുന്ന ഒരു കോഡ് സെറ്റും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് പ്രീമിയം കളക്ഷൻസിൻ്റെ ആണ്. നിങ്ങൾ മിസ് ചെയ്യാണ്ടൊന്ന് കാണാം. നമ്മുടെ പുതിയ കസ്റ്റമേഴ്സും പഴയ കസ്റ്റമേഴ്സും എല്ലാവരും തന്നെ ഒന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഗിവ് അവേയുടെ വിന്നർ നമ്മൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതാണ്. ഇനിയും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാ.